ഇപ്പോൾ CPM നേതാവ് SC മൊയ്തീൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. SC മൊയ്തീൻ, ഇപ്പോൾ വീണ്ടും വടക്കാഞ്ചേരി ഫ്ളാറ്റ് സമുച്ചയം ഉൾപ്പെടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. നീതി ആയോഗ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ഭവന പദ്ധതിയാണ് ലൈഫ് പദ്ധതി എന്നുള്ളത്. 6 ലക്ഷം കരാറുകൾ ഏർപ്പെട്ട് കഴിഞ്ഞു. ഫെബ്രുവരിയിൽ 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുന്നു. ഈ പ്രതിപക്ഷത്തിന് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഈ തട്ടിപ്പുകൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. മാധ്യമങ്ങൾ ഇപ്പോഴും പ്രതിപക്ഷത്തെ വെള്ളപൂശിക്കൊണ്ടേയിരിക്കുകയാണ്. വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പിതൃത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ ടി സിദ്ദിഖ് അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സതീശൻ പറയുന്ന നുണകളടക്കം ജനങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും മാധ്യമങ്ങൾ സതീശനെയും സിദ്ദിഖിനെയും കോൺഗ്രസിനെയും വെള്ളപൂശുകയുമാണ്. തീർച്ചയായും ലൈഫ് പദ്ധതി വന്ന കാലത്ത് ഞാൻ UDFന്റെ നേതാവ് ഹസ്സന്റെ പ്രസംഗം ഓർക്കുക. ഞങ്ങൾ അധികാരത്തിൽ വന്ന 2001 മുമ്പ് ഈ ലൈഫ് ഭവന പദ്ധതി, ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞവരാണ് UDFന്റെ നേതാക്കൾ. ഇന്ന് നമ്മുടെ രാജ്യം എടുത്ത് പരിശോധിച്ച ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം ലൈഫ് പദ്ധതിയിലൂടെ ഭവനമില്ലാത്ത ആളുകൾക്ക് പൂർണ്ണമായും വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി പൂർണ്ണ വിജയമായി തീർന്നത്. സർക്കാർ ലക്ഷ്യം വെച്ച പദ്ധതി പൂർണ്ണമായി തീർന്നത്. ആ പദ്ധതിയെ തുരങ്കം വെക്കാനാണ് അവർ ശ്രമിച്ചത്. പ്രളയകാലത്താണ് വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിന് UAE റെഡ് ക്രസന്റ് എന്ന് പറയുന്ന ഒരു സംഘടന അവരുടെ ഉത്തരവാദിത്വത്തിൽ അവർ തന്നെ കരാറുകാരെ നിശ്ചയിച്ച് വീട് പണിത് തരാമെന്ന് പറഞ്ഞു. ആ പദ്ധതിക്കെതിരായി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് കോൺഗ്രസിന്റെ നേതാക്കളാണ്. ആ പദ്ധതിക്ക് അഴിമതി ആക്ഷേപിച്ച് മറ്റു വിഷയങ്ങളൊക്കെ ആക്ഷേപിച്ച് 140 പേർക്ക് വീട് കിട്ടേണ്ട പദ്ധതി ഇപ്പോ ഒന്നുമല്ലാതെ കിടക്കുന്നു. ഇനി കോടതിയുടെ ദയാദാക്ഷ്യത്തിന് വിധേയമായിട്ടാണ് അതിന്റെ നിർവ്വഹണം പൂർത്തീകരിക്കാൻ കഴിയുക. ആ കാര്യത്തിലും ഭവനം മുടക്കുന്ന കാര്യത്തിൽ UDFന്റെ നേതാക്കളും അന്നത്തെ MLA ഉൾപ്പെടെയുള്ള UDFന്റെ നേതാക്കളുമാണ് അതിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ കണ്ടു വയനാട്ടിലെ പദ്ധതി സന്ദർശിക്കാൻ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പോകുന്നു. എന്തെങ്കിലും ഒരു സംഭാവനയുണ്ടോ? അതിനെക്കുറിച്ച് ആദ്യം മുതൽ ആക്ഷേപം പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റ് ലോകം ഇത്ര ഗൗരവപ്പെട്ട രീതിയിൽ കണ്ട ഒരു ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു സഹായം ചെയ്യാതിരുന്നപ്പോ ഈ കേരളത്തിൽ നിന്നുള്ള UDFന്റെ MPമാർ അതിനുവേണ്ടി ഒരു ശ്രമവും നടത്താതിരുന്ന ഒരു കാര്യമാണ്. ഇച്ഛാശക്തി കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് അവിടെയുള്ള മുഴുവൻ ആളുകൾക്കുള്ള ഭവനം നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി വന്നപ്പോ അതിന്റെ പൂർത്തീകരണ സമയത്ത് സന്ദർശനം നടത്തുന്ന ചിലർ നമ്മൾ കണ്ടു. മറ്റ് വിവാദങ്ങളിലേക്കൊന്നും ഞാനില്ല. UDF പുനർജനി പദ്ധതിയുടെ ഭാഗമായിട്ടായാലും മറ്റു കാര്യങ്ങളിലായാലും പണം പിരിച്ച് അതിന്റെ കണക്ക് വെക്കാത്ത കാര്യമായാലും ഉൾപ്പെടെ കേരളത്തിൽ നടത്തിയ ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് അവരെ വെളുപ്പിച്ചെടുക്കാനാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളും വലതുപക്ഷ ശക്തികളും ശ്രമിക്കുന്നത്. അവർക്കുള്ള മറുപടി കൂടിയായിട്ടാണ് നീതി ആയോഗിന്റെ ഈ തീരുമാനത്തെ ഞാൻ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയാണ്. 6 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരുമെന്ന് ലോകം അംഗീകരിക്കുന്നു, രാജ്യം അംഗീകരിക്കുന്നു. വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് അതിനെ ആ നേട്ടങ്ങളെ മറയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. SC മൊയ്തീൻ, താങ്കൾ സൂചിപ്പിച്ചത് തന്നെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് ലൈഫ് മിഷൻ പദ്ധതി മുടക്കാനായിരുന്നു അവരുടെ ശ്രമം. വടക്കാഞ്ചേരി അടക്കം റെഡ് ക്രസന്റ് പദ്ധതി അവർ മുടക്കി. അതിനുശേഷം ഹസൻ വന്നിരുന്നു, പറഞ്ഞു എല്ലാ പദ്ധതികളും എല്ലാ മിഷനുകളും ഞങ്ങൾ പൂട്ടിക്കും. അതിനുശേഷമാണ് ഇപ്പോൾ വയനാട് ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാൻ കട്ട് ഓഫ് ഡേറ്റ് ഇല്ല എന്ന് പറയുന്നത്. അതിന് പിന്നാലെ കനകോലു തന്ത്രം നമ്മൾ കാണുകയാണ്. സർക്കാരുമായി ചേർന്ന് വയനാട് ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാൻ ഞങ്ങളില്ല, ആ പദ്ധതിക്കൊപ്പം ഞങ്ങളില്ല എന്ന് പറഞ്ഞവരാണ് ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ആ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ നടത്തുന്നത്. എന്തൊരു തട്ടിപ്പാണ് ഇത്! ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? തീർച്ചയായും അന്ന് വയനാട് പദ്ധതിയുടെ സമയത്ത് സർക്കാരിന് എല്ലാവരും ഒരുമിച്ച് നിന്ന് സഹായിക്കാൻ തീരുമാനിച്ചു. UDF പറഞ്ഞ് ഞങ്ങൾ അതിനോടൊപ്പം ഇല്ല, ഞങ്ങൾ വേറെ വീട് വെച്ച് കൊടുക്കുക. അങ്ങനെ വേറെ വീട് വെച്ച് കൊടുക്കുന്നവർ അവരുടെ ഭൂമി കണ്ടെത്തേണ്ട ഒരു കാര്യത്തിൽ ഈ നിമിഷം വരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സർക്കാരിന് ലഭ്യമായ സഹായവും സർക്കാരിന്റെ വിഹിതവും ഉപയോഗിച്ച് ഇന്നിപ്പോ അവിടെ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് പൂർണ്ണമായി നടപ്പിലാവും ഒന്ന് ഉറപ്പു വന്നപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ട് അവിടുത്തെ MLA കൂടിയായി സിദ്ദിഖ് നടത്തിയ ഈ നാടകം എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഏത് കാലത്തും സ്വീകരിക്കുന്ന സമീപനം ഇതാണ്. വടക്കാഞ്ചേരിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ, ഭവന നിർമ്മാണ പദ്ധതിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സ്ഥിതിയും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണ്ടേ? ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടായിരുന്നു? അവിടെ നിന്നാണ് ഈ കേരളം അഭിമാനകരമായി നേട്ടമുണ്ടാക്കിയത്. അതിനെയെല്ലാം വഞ്ചനാപരമായ സമീപനത്തിലൂടെ കോൺഗ്രസിന്റെ നേതാക്കൾ, UDFന്റെ നേതാക്കൾ തള്ളിപ്പറഞ്ഞവരാണ്. ആ തള്ളിപ്പറഞ്ഞ ആളുകൾ ഇതിപ്പോ സ്വന്തം കുഞ്ഞാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വ്യാജ പ്രചാരവേല നടത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയും, അതിന് മറുപടി നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
വളരെ നന്ദി ശ്രീ എസ് സി മൊയ്തീൻ.